ബ്ലോഗർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാലിനെ വടകര പോലീസ് കസ്റ്റഡിയിലെടുത്തു. സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയതിനാണ് നടപടി. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൺ വടകര ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ് തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുകയായിരുന്നു. പരാതിയില്ലാത്തതിനാൽ ഇതുവരെയും കേസെടുത്തിട്ടില്ല. ദീപക് മലയമ്മയുടെ കൂടുതൽ വിവരങ്ങളുമായി. ദീപക് മലയമ്മ, എപ്പോഴായിരുന്നു സംഭവം? എന്തിനാണ് ഈ തൊപ്പി ഈ എയർ പിസ്റ്റൺ ചൂണ്ടിയത്? കേസില്ലെന്ന് തോന്നുന്നു അല്ലേ? അരുൺകുമാർ, ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. വടകര കൈനാട്ടി ദേശീയപാതയിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് അത് നിഹാൽ സഞ്ചരിച്ചിരുന്ന കാറിനോട് അല്പം അടുത്തുപോയി എന്നുള്ളതാണ് പ്രശ്നത്തിന് തുടക്കം. ഈ ബസ് വടകര ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഘട്ടത്തിൽ അതിന് പിന്നാലെ തന്നെ ഈ തൊപ്പി എന്ന് പറയുന്ന വ്ളോഗറും കൂട്ടരും അവിടേക്ക് എത്തുന്നു. അവിടെ എത്തി ബസ് തൊഴിലാളികളുമായി തർക്കത്തിൽ ഇടപെടുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കയ്യിലുണ്ടായിരുന്ന എയർ പിസ്റ്റൺ എടുത്ത ഈ തൊഴിലാളികൾക്ക് നേരെ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. പിന്നീട് ബസ് തൊഴിലാളികളൊക്കെ തന്നെ ഇദ്ദേഹത്തെയൊക്കെ തടഞ്ഞു വെക്കുകയും ചെയ്തു. വടകര പോലീസ് സ്ഥലത്തെത്തി അവരെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. പോലീസിൻ്റെ അന്വേഷണത്തിൽ തന്നെ എയർ പിസ്റ്റൺ അത് ലൈസൻസ് ആവശ്യമില്ലാത്ത പിസ്റ്റണാണെന്ന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഈ കോഴിക്കോട് വടകര സ്വകാര്യ ബസ്സിൽ ഉള്ള തൊഴിലാളികളാരും തന്നെ പരാതിയുമായി രംഗത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പോലീസ് പരാതി എടുത്തിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് പരിഗണിക്കും, അത് കേസാക്കി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പോലീസിൻ്റെ നിലപാട്. ഏറെ നേരമായി തൊപ്പിയും കൂട്ടരും കസ്റ്റഡിയിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ചുരുക്കത്തിൽ ബസ്സിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ബസ് വന്നപ്പോൾ തൊപ്പി പ്രകോപിതനായി എന്നാണ് മനസ്സിലാക്കുന്നത്. ചുമ്മാ തമാശയ്ക്ക് കാണിച്ചതാണോ, ഗൗരവമേറിയ വിഷയമാണോ അത്? ഗൗരവത്തിലാണ് ആ കാര്യം ചെയ്തതെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. ഒരു പക്ഷേ ബസ് സ്റ്റാൻഡ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കൂട്ടം ഉണ്ടാവുമല്ലോ, അതിനിടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിട്ട് വേണമെങ്കിലും കാണാൻ സാധിക്കും. പക്ഷേ പോലീസ് കൃത്യമായി തന്നെ പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റ് 2 പേർ കൂടി തൊപ്പിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും തന്നെ പോലീസിന് മറ്റ് സംഭവങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ എയർ പിസ്റ്റൺ ആകുമ്പോൾ ആദ്യം തന്നെ ആളുകൾ കാണുമ്പോൾ പേടിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. ഇത് എയർ പിസ്റ്റൺ ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പൊട്ടിച്ച് കളയാൻ പറ്റുന്ന സംഭവമാണോ എന്നൊക്കെയുള്ള സംശയം നാട്ടുകാർക്കും ഉണ്ടാകും. അത് കൃത്യമായി തന്നെ പോലീസ് പരിശോധിച്ചു. എയർ പിസ്റ്റൺ ആണെങ്കിൽ പോലും അത് ലൈസൻസോട് കൂടി കൈവശം വെക്കേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് പ്രാഥമികമായി ഒരു നടപടിയിലേക്ക് കടക്കാതിരിക്കുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ തന്നെ ഭീഷണിപ്പെടുത്തി എന്ന അർത്ഥത്തിൽ പരാതി ഉണ്ടെങ്കിൽ അത് കേസായി തന്നെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ള നിലപാട് വടകര പോലീസ് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത്. തൊപ്പി അങ്ങനെ തോക്ക് ചൂണ്ടി പെട്ടു എന്നുള്ളതാണ്. തൽക്കാലം കസ്റ്റഡിയിലാണ്, അറസ്റ്റ് ചെയ്തിട്ടില്ല. എയർ പിസ്റ്റൺ ആയതുകൊണ്ട് പ്രത്യേക ലൈസൻസ് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ആരും പരാതിയുമായിട്ട് എത്തിയിട്ടുമില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോൾ അല്പസമയത്തിനുള്ളിൽ തൊപ്പിയെ വടകര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടുമായിരിക്കും. തൽക്കാലം കേസ് വരാത്ത സാഹചര്യത്തിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കേസ് നിൽക്കുകയും ചെയ്യും.